ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി മുൻപ് നടത്തിയ കൂടിക്കാഴ്ച അവർ വർഗീയവാദികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സോളിഡാരിറ്റി നേതാക്കളുടെ മുഖത്ത് നോക്കി നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. അന്നും ഇന്നും വർഗീയ നിലപാടിൽ നിന്നും ജമാഅത്തെ ഇസ്ലാമി അണുകിട മാറിയിട്ടില്ല. ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട. അവർക്ക് UDF നൽകിയ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്തിന്റെ പേരിലാണ് എന്നത് വ്യക്തമാക്കണം എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി UDFന് തങ്കക്കുടമായതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഒന്ന് സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം തന്നുകൂടെ? അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞു ഇത് സോളിഡാരിറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ, അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവരെല്ലാ നല്ല കാര്യങ്ങളും എതിർക്കുകയല്ലേ, നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരല്ലേ സാമൂഹ്യ വിരുദ്ധർ. ആ സാമൂഹ്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ പോകേണ്ടത്? ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ. അന്നുമില്ല ഇന്നുമില്ല. 1977 മുതൽ 2019 വരെ ജമാഅത്തെ ഇസ്ലാമി LDFനൊപ്പമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2006 മുതൽ 2011 വരെ സർക്കാർ ഉണ്ടാക്കിയ എല്ലാ കമ്മിറ്റികളിലും ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ഉണ്ടായിരുന്നു. UDFന്റെ അജണ്ട തയ്യാറാക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമി എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പഴയ ഓർമ്മയിലാണെന്നും VD സതീശൻ പറഞ്ഞു. 1977 മുതൽ 2019 വരെ ജമാഅത്ത് ഇസ്ലാമി ഇവരുടെ കൂടെയായിരുന്നു. ഇനി 2006 മുതൽ 2011 വരെ ഒരുപാട് സർക്കാർ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റി, ഈ ഒരു സിലബസ് പരിഷ്കരണ കമ്മിറ്റി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെയാണ് വെച്ചിരുന്നത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങളുടെ ക്യാമ്പയിൻ തയ്യാറാക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അത് പഴയ ഓർമ്മയിലാണ്. കാരണം അച്യുതാനന്ദൻ മന്ത്രിസഭ ഉള്ളപ്പോൾ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അന്ന് സിലബസ് പരിഷ്കരണ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചത് O. അബ്ദുറഹ്മാനെയാണ്. ഈ ജമാഅത്ത് ഇസ്ലാമിൽപ്പെട്ട ആളെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി ജമാഅത്തെ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് വോട്ടിന് വേണ്ടി തന്നെയാണ്. CPM ചോദിച്ചത് വോട്ടാണ്, അത് ഞങ്ങൾ നൽകുകയും ചെയ്തു. 2011 ഏപ്രിൽ 3 ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലായിരുന്നു പിണറായിയുമായി ചർച്ച നടത്തിയതെന്നും ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ശിഹാബ് പൂക്കോട്ടൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. CPIMനെ പിന്തുണച്ചിരുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമി മാറ്റുകയാണ് ചെയ്തതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF അല്ല നിലപാട് മാറ്റിയത്. തിരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും വോട്ട് UDFന് ലഭിക്കും. ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അവിടെ നടന്ന മോഷണം പുറത്തുവരും. അന്വേഷണം നല്ല രീതിയിൽ നടക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാട് അവരാണ് മാറ്റിയത്, UDF അല്ല മാറ്റിയത്. ജമാഅത്ത് ഇസ്ലാമി നേരത്തെ ഇടതുപക്ഷത്തെ പിന്തുണച്ചവരാണ്. പിന്നെ കുറച്ചു കാലമായിട്ട് രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് നയം അതാണല്ലോ കേന്ദ്രത്തിൽ. അപ്പം അതിനെതിരെ കോൺഗ്രസുമായിട്ടൊക്കെ സഹകരിക്കണം, ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തണം എന്നൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ UDFന് വോട്ട് തരുന്നുണ്ടാവും. UDFന് ജനങ്ങളുടെ വോട്ട് ലഭിക്കും. അതിലിപ്പോൾ എല്ലാവരുടെ വോട്ടും ഉണ്ടാവും. അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൻ്റെ വോട്ട് മാത്രമല്ല UDFന് ലഭിക്കാറുള്ളത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിലിനെ കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ച ക്രൈംബ്രാഞ്ച്. നിലവിലുണ്ടായിരുന്ന സംഘത്തിൽ നിന്ന് അന്വേഷണ വിവരങ്ങൾ മാങ്കൂട്ടത്തിലിന് ലഭിക്കുന്നുണ്ടായെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘത്തെ നിയോഗിച്ചത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നത്തേക്ക് 11 ദിവസം തികഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. അതിന്റെ തൊട്ട് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് മുങ്ങിയത്. ആദ്യം പാലക്കാട് ഉണ്ടായിരുന്നെന്നാണ് വിവരം. പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്കും, കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കും, പൊള്ളാച്ചിയിൽ നിന്ന് ബേഗൂർ എന്ന കർണാടക തമിഴ്നാട് അതിർത്തിയായ ബേഗൂരിലേക്കും, അവിടെ നിന്ന് ബംഗളൂരുവിൽ നിന്ന് അവസാന ലൊക്കേഷൻ കിട്ടിയത് സുള്യ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ രാഹുൽ ബംഗളൂരുവിൽ തുടരുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും സുള്ളിയിലുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും പോലീസ് അന്തിമ തീരുമാനത്തിലോ അല്ലെങ്കിൽ നിഗമനത്തിലോ എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലായിടത്തും പോലീസ് അന്വേഷിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും പോലീസ് എത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിവരങ്ങൾ ചോരുന്നുണ്ട് എന്നൊരു സംശയം പോലീസിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടുള്ള അന്വേഷണവും കൂടി പോലീസ് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 11 ദിവസമായി ഒളിവിൽ കഴിയുകയാണ്. നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2ാം കേസ്, അതായത് 23-കാരിയായ ഒരു യുവതി നൽകിയ കേസിൽ നാളെയാണ് കോടതി മുൻകൂർ ജാമ്യ ഹർജി നാളെയും കൂടി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും. കോടതി ആ കേസ് ആദ്യമായി പരിഗണിച്ചത്. അതിൽ വിശദമായ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട കോടതി നാളെ വീണ്ടും പരിഗണിക്കുമെന്ന് പറയുകയായിരുന്നു. വിശദമായ വാദം കേൾക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രധാനമായും തൻ്റെ അറസ്റ്റ് തടയണമെന്നാണ്. ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഇതിന് നാഥനില്ല, അതുകൊണ്ട് തന്നെ തൻ്റെ അറസ്റ്റ് ഇതിന് നിലനിൽക്കില്ല, അത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ നാളെ കേസ് ഒന്നുകൂടി പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അതായത് കാറിൽ കയറ്റിക്കൊണ്ടുപോയി റിസോർട്ട് അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ ബലാത്സംഗം ചെയ്യുകയും ശരീരമാസകലം മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ആ കേസ് എടുത്തതിന് പിന്നാലെയാണ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 2ാം കേസിൽ മുൻകൂർ ജാമ്യം തേടിയത്. താൻ ഈ കേസിന് ഇത് വെറും രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് കൊണ്ടുള്ള സ്റ്റണ്ടാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും കോടതിയെ വാദിച്ചത്. തൻ്റെ അറസ്റ്റ് തടയണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ അറിയിക്കുകയും ചെയ്തു. അതിന് തൊട്ട് പിന്നാലെയാണ് കോടതി നാളെ വീണ്ടും കേസ് പരിഗണിക്കുമെന്ന അറിയിപ്പ് ലഭിച്ചത്. വിശദമായ വാദം കേൾക്കണം, അതുകൊണ്ട് തന്നെ നാളെയാണ് കേസ് പരിഗണിക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. തിരച്ചിലിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ 2 പേർ കൂടി പിടിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ച ജോസ്, റെക്സ് എന്നിവരാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. പതിവ് തെറ്റാതെ അയ്യന് കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച അഗസ്ത്യാർകൂടം ഗോത്രസംഘം. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടി ദർശന സായുജ്യം നേടിയത്. സംഘനേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സിലായാണ് പമ്പയിലെത്തിയത്. അയ്യപ്പൻ എന്ന പേരുള്ള ഭിന്നശേഷിക്കാരനായ അംഗവും സംഘത്തിലുണ്ട്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുതേനും ഈറ്റയിലും അരിച്ചൂരിലും മെനഞ്ഞ പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരികവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യന് കാഴ്ചയർപ്പിച്ചത്. പരിസ്ഥിതി സൗഹാർദ്ദമായ തീർത്ഥാടനം എന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര. വനത്തിനുള്ളിൽ നിന്നും വ്രതശുദ്ധിയോടെ ശേഖരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കാട്ടുകൂവ ഇലകളിലായാണ് പൊതിഞ്ഞെടുക്കുന്നത്. അഗസ്ത്യവനത്തിൽ നിന്ന് പച്ചംകട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത്. ആകെ 167 പേരുണ്ട്. 27ഓളം കുട്ടികളാണുള്ളത്. കുട്ടികളിൽ പലരും കന്നിമലക്കാരാണ്. മാളികപ്പുറങ്ങളും മറ്റ് അയ്യപ്പന്മാരും എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇവർ വൃശ്ചികം 1 മുതൽ കഠിന വ്രതം എടുത്താണ് അയ്യപ്പ സ്വാമിയെ കാണാനായിട്ട്
ഈ ദിവസം ഇവിടെ എത്തിയിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവികർ കാടുവഴി തന്നെ നടന്നു തന്നെ അയ്യപ്പസ്വാമിയെ കാണാൻ വന്നിട്ടുണ്ട്. ആ പാരമ്പര്യം ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷനിലെ പറ്റാമ്പാറ, കുന്നത്തേരി, പ്ലാവിള, കമലകം, മുക്കോത്തുവയൽ, കൊമ്പടി, ചേനാമ്പാറ, മാങ്കോട്, മൂളമൂട്, പാങ്കാവ് എന്നീ ഉന്നതികളിൽ നിന്നും തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ പ്രാവിള, കോരയാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത്. കഴിഞ്ഞ മണ്ഡലകാലത്ത് 145 പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. ഇത്തവണ അംഗസംഖ്യ വർദ്ധിച്ചു. കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് യാത്ര. കേരള വിഷ്ണു ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവ മഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. കേരളത്തിലെ എംപിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംവാദം നടത്താനുള്ള KC വേണുഗോപാലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF എംപിമാരുടെ കേരള വിരുദ്ധതയാണ് ലോക്സഭയിൽ മറനീക്കി പുറത്തുവന്നത്. അതിദാരിദ്ര്യമുക്ത വിഷയത്തെക്കുറിച്ചുള്ള എംപിമാരുടെ ചോദ്യത്തിൽ കുബുദ്ധിയുണ്ട്. കേരളത്തെക്കുറിച്ച് തെറ്റായ ചിത്രം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണ് നടന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി. കേരളത്തിലെ എംപിമാരുടെ പ്രവർത്തനത്തെപ്പറ്റി അറിയില്ലേ അദ്ദേഹത്തിന്? നമ്മുടെ കേരളത്തിലെ എംപിമാർ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇത്തവണ നമ്മുടെ എംപിമാർ പഴയ ലോക്സഭയിലെ മനോഭാവത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ് എന്നൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് UDF എംപിമാർക്ക് ഞാൻ നൽകിയിരുന്നു. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങളിൽ ഒന്നിച്ചു നിന്ന് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കണ്ടതുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ ലോക്സഭയിൽ എംപിമാർ UDF എംപിമാർ സ്വീകരിച്ച നില തീർത്തും കേരള വിരുദ്ധമായ സമീപനമായിരുന്നു. കേരളത്തെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം എന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതിന് പിന്തുണ കൊടുക്കുന്ന അത്തരമൊരു നിലപാടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് എപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന നില UDF എംപിമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. UDF എംപിമാരുടെ പ്രവർത്തനം ചർച്ച ചെയ്യാനുള്ള വെല്ലുവിളി മുഖ്യമന്ത്രി സ്വീകരിച്ചത് സന്തോഷത്തോടെയെന്ന് സ്വാഗതം ചെയ്യുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. മുഖ്യമന്ത്രി തയ്യാറാണെങ്കിൽ സംവാദത്തിന് നാളെ തന്നെ ഞങ്ങളും തയ്യാറാണ്. അതല്ല, മുഖ്യമന്ത്രിക്ക് ഏത് ദിവസമാണ് സൗകര്യമെന്നറിയിച്ചാൽ ആ ദിവസം സംവാദം തുടരാമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വളരെ സന്തോഷം മുഖ്യമന്ത്രി ആ വെല്ലുവിളി സ്വീകരിച്ചതിന്. മുഖ്യമന്ത്രിക്ക് തയ്യാറാണെങ്കിൽ നാളെ തന്നെ ഞാൻ തയ്യാറാണ്. നാളെ തന്നെ ഒരു ദിവസം പോലും വൈകിക്കാതെ നടത്താൻ തയ്യാറാണ്. ഞങ്ങളുടെ എല്ലാ എംപിമാരെയും കൂടെ അണിനിരത്താം. മുഖ്യമന്ത്രി ആ സംവാദത്തിൽ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. അതല്ല, മുഖ്യമന്ത്രിക്ക് നാളെ സൗകര്യം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഏത് ദിവസമാണ് സൗകര്യം? മറ്റന്നാളാണ്, അടുത്ത ദിവസങ്ങൾ ഏത് ദിവസങ്ങളാണ്? ആ ദിവസം അറിയിച്ചാൽ ആ ദിവസത്തേക്ക് ഞാൻ സൗകര്യമാണ്. പാലക്കാട് തിരുമുറ്റക്കോടിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ വ്യവസായിയെ കണ്ടെത്തി. മലപ്പുറം വണ്ടൂർ സ്വദേശിയായ മുഹമ്മദ് അലിയെ കോതുകുറുശ്ശേരിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ബിസിനസ്സിലെ വൈരാഗ്യമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ എന്നതാണ് മുഹമ്മദ് അലി മൊഴി നൽകിയത്. തട്ടിക്കൊണ്ടുപോയവർ ഇയാളെ കോതുകുറുശ്ശേരിയിലെ ഒരു വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നു. അക്രമി സംഘത്തിലുള്ളവർ ഉറങ്ങിയ സമയത്ത് മുഹമ്മദ് അലി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. മുഹമ്മദ് അലിയുടെ ഡ്രൈവറിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം മുഹമ്മദ് അലിയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുഹമ്മദ് അലിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇയാൾക്ക് അക്രമികളിൽ നിന്ന് മർദ്ദനമേറ്റ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് വിവരം. മുനവർ അലി ശിഹാബ് തങ്ങളുടെ മകൾക്കെതിരായ സൈബർ ആക്രമണം ശരിയല്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 16 വയസ്സുള്ള ചെറിയ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വിവാദമാക്കേണ്ട കാര്യമില്ല. പല കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു. ഒരു കാര്യം മാത്രമെടുത്ത് വിവാദമാക്കുകയാണെന്നും അത് ശരിയല്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ആ മോള് ഒരു വിദ്യാർത്ഥി മാത്രമാണ്.
ആ മോള് അവിടെ ഹോർത്തൂസ് പരിപാടിക്ക് അവർ ക്ഷണിക്കപ്പെട്ടു. കുട്ടി പോയി. ഒരുപാട് അഭിപ്രായങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില 1-2 അഭിപ്രായങ്ങൾ ഇങ്ങനെ വേറിട്ട് നിർത്തിയിട്ടൊന്നും വിവാദം ഉണ്ടാക്കുന്നതൊന്നും കാര്യമില്ല. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെതിരെ വഞ്ചിയൂർ പോലീസിൽ കുറ്റപത്രം നൽകി. കയ്യേറ്റം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്നത്. ജൂനിയർ അഭിഭാഷകയായ ശ്യാമലിയുടെ മുഖത്തടിച്ചു എന്നതാണ് പരാതി. കഴിഞ്ഞ മെയ്യിലാണ് സംഭവം. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം പറയണമെന്ന് ബെയിലിൻ ദാസിനോട് ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായാണ് മർദ്ദനം എന്നതാണ് ശ്യാമിലി പറഞ്ഞത്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ബെയിലിൻ ദാസിനെ 3 ദിവസത്തിനു ശേഷമാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ കാഞ്ഞാണി കാരുമുക്കിൽ യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി സ്വദേശി നീതുവാണ് മരിച്ചത്. കാഞ്ഞാണിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് നീതു. കാരുമുക്ക് സ്വദേശി സലീഷാണ് നീതുവിന്റെ ഭർത്താവ്. നീതുവിന്റെ 2ാം ഭർത്താവാണ് സലീഷ. ആദ്യ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. കുട്ടികളാണ് അമ്മയെ മരിച്ച് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. സലീഷും നീതുവും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിനു ശേഷം സലീഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ നാട്ടുകാർ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ കിട്ടിയില്ല. ഗോവയിൽ നിഷ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. തീപിടുത്തത്തിൽ മരണം 25ആയി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നോർത്ത് ഗോവയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നതാണ് വിലയിരുത്തൽ. മരിച്ചവരിൽ ഏറെയും ക്ലബിലെ ജീവനക്കാരാണ് എന്നതാണ് പുറത്ത് ലഭിക്കുന്ന വിവരം. ഇതിൽ 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. താഴത്തെ നിലയിലെ അടുക്കളയിലും പരിസരത്തുമാണ് തീപടർന്നത്. മൃതദേഹങ്ങളിലേറെയും കണ്ടെത്തിയത് അടുക്കളയുടെ പരിസരത്ത് ആയതിനാൽ അവരെല്ലാം തന്നെ ജീവനക്കാർ ആണ് എന്നതാണ് വിലയിരുത്തൽ. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം നെറ്റ് ക്ലബ് അഗ്നി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. കൊല്ലം കുരിപ്പുഴയിൽ കായലിൽ കെട്ടിയിട്ടിരുന്ന ബോട്ടുകൾ കത്തി നശിച്ച സംഭവത്തിൽ അട്ടിമറി സാധ്യത പരിശോധിക്കാൻ അന്വേഷണ സംഘം. മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് അട്ടിമറി സാധ്യത പരിശോധിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. കൊല്ലം സിറ്റി SP-ക്കാണ് അന്വേഷണ ചുമതല. കുരിപ്പുഴ അയ്യൻകോവിൽ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് പുലർച്ചെയോടെയാണ് ബോട്ടുകൾ തീപിടിച്ചത്. കുളച്ചൽ പൂവാർ സ്വദേശികളുടെ ബോട്ടുകളാണ് കത്തി നശിച്ചത്. 9ഓളം പരമ്പരാഗത വള്ളങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. കായലിൽ ഉണ്ടായിരുന്ന ചീനവലകളടക്കം കത്തി നശിച്ചിട്ടുണ്ട്. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ വിദഗ്ധ സമിതിയെ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. കാൺപൂർ IIT-യിലും പാലക്കാട് IIT-യിലും 3 അംഗ വിദഗ്ധ സമിതി ഇന്നലെ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ദേശീയപാതയുടെ നിർമ്മാണത്തിലും മണ്ണു പരിശോധനയിലും വീഴ്ച സംഭവിച്ചു എന്നതാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ കമ്പനിയെ കേന്ദ്രം 1 മാസത്തേക്ക് വിലക്കിയിരുന്നു. വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. അതേസമയം തകർന്ന സർവീസ് റോഡ് ഡിസംബർ 8-ന് മുൻപ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ പറഞ്ഞു. കോഴിക്കോട് നടുവണ്ണൂരിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് തകർന്നു. മുളമ്പത്ത് പ്രകാശിന്റെ വീടാണ് തകർന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ സിലിണ്ടർ 100 മീറ്ററോളം ദൂരെ തെറിച്ചു പോവുകയും അയൽവാസിയുടെ വീട്ടിലെ ചുമരിലിടിച്ച് ചുമരും ജനലുകളും തകർന്നു. തുടർന്ന് പേരാമ്പ്രയിൽ നിന്നും 2 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നതാണ് ഉടമ പറയുന്നത്.
കന്യാകുമാരി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി പിടിയിൽ. യോഗേഷ് കുമാർ എന്നയാളാണ് പിടിയിലായത്. മധ്യപ്രദേശ് സ്വദേശിയായ രഞ്ജൻ മുസ്കാൻ ദമ്പതികളുടെ മകളെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത്. ഒരു പള്ളിയിലെ ഉത്സവത്തിന് ബലൂണുകൾ വിൽക്കുന്നതിനായാണ് ഇവർ നാട്ടിലേക്ക് പോകാൻ കുടുംബത്തിനോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിരിക്കുമ്പോൾ ഭക്ഷണം വാങ്ങാൻ സഹായിക്കാമെന്ന് പറഞ്ഞെത്തിയ ആൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ മറ്റും നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം കുട്ടിയെ ഒരു ദുരൂഹാക്രമി കൊണ്ടുപോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥി ജീവനൊടുക്കിയ നിലയിൽ. കോഴിക്കോട് സ്വദേശി അക്ഷയാണ് മരിച്ചത്. മെൻസ് ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയിരുന്നത്. വാർഡനും മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിക്കുകയായിരുന്നു. മലപ്പുറം ആദവനാട് തെരുവനായ ആക്രമണത്തിൽ നിന്ന് 4 വയസ്സുകാരി രക്ഷപ്പെട്ടത് തലനാരിക്കിടയാണ്. ആദവനാട് വടക്കേക്കുളമ്പ് സ്വദേശി ആയിഷ നബിക്ക് നേരെയാണ് തെരുവനായ ആക്രമണമുണ്ടായത്. വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. കുട്ടിയുടെ കരച്ചിൽ കേട്ട വീട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. കുട്ടിക്ക് നേരെ തെരുവനായ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക് തൃശൂർ മലക്കപ്പാറയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സ്ഥാനാർത്ഥിക്ക് നേരെ കാട്ടാന ആക്രമണം. കോൺഗ്രസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജൂവിൻ കലേലിയും സംഘവും സഞ്ചരിച്ച കാറുകൾക്ക് നേരെയാണ് കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത്. കാട്ടാനക്കൂട്ടം കാറിന് നേരെ വരുന്നത് കണ്ട കാറിലുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകൻ KM പോൾസൺ കാറിൽ നിന്നും ഇറങ്ങിയോടി. പോൾസന്റെ പുറകെ പാഞ്ഞ കാട്ടാന റോഡരികിലെ കുഴിയിൽ വീണതുകൊണ്ട് പോൾസൺ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റോഡിൽ വീണ പോൾസിന് കൈക്കും കാലിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. മലപ്പുറം വഴിക്കടവ് കടുവയുടെ ആക്രമണത്തിൽ ചരിഞ്ഞ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. നെല്ലിക്കുത്ത് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മരുത ഓടപ്പെട്ടി വനത്തിലാണ് ജഡം കണ്ടെത്തിയത്. ജനവാസ കേന്ദ്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെ വനത്തിൽ നിന്നുമാണ് ജഡം കണ്ടെത്തിയത്. 10 വയസ്സുള്ള പിടിയാനയാണ് ചരിഞ്ഞത്. ജഡത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. തുമ്പിക്കയുടെ 1/4 ഭാഗവും കടുവ ഭക്ഷിച്ച നിലയിലായിരുന്നു. വയറിന്റെ ഭാഗത്തും പിൻഭാഗത്തും മാരകമായ മുറിവുകളും പറ്റിയിട്ടുണ്ട്. മലപ്പുറം നിലമ്പൂർ വഴിക്കടവിൽ ഭീതി ആഴ്ത്തി വീണ്ടും പുലി. വഴിക്കടവ് സ്വദേശി മുജീബ് റഹ്മാന്റെ വീട്ടിലാണ് 2ാം തവണയും പുലിയെത്തിയത്. പുലിയെ കോഴിക്കോട് തകർന്ന നിലയിലാണ് കണ്ടെത്തിയത്. ശബ്ദം കേട്ട വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴേക്കും പുലി ഓടിമറഞ്ഞു. 2 ആഴ്ച മുൻപ് മുജീബിന്റെ വീട്ടിൽ പുലി എത്തി താറാവുകളെയും കോഴികളെയും പിടികൂടിയിരുന്നു. അടിയന്തരമായി കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. തൃശൂർ കുന്നംകുളം കീഴൂർ കാർത്തികേനി ദേവീ ക്ഷേത്രത്തിൽ മോഷണം. കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നിരിക്കുന്നു. അമ്പലത്തിൽ മാനേജർ കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. 2 അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലായിരുന്നു അമ്പല കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ദേവി വിഗ്രഹമാണ് കവർന്നത്. പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ഭണ്ഡാര വരവ് എണ്ണിത്തിട്ടപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. സമിതി ഓഫീസിലെ പൈസ സെക്രട്ടറി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതിനാൽ കാര്യമായ പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്ന് അമ്പല കമ്മിറ്റി അറിയിച്ചു. സംഭവത്തിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു.
എന്റർടൈൻമെന്റ് ന്യൂസ്. ക്രെഡിറ്റ് സിനിമയുടെ ലൊക്കേഷനിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് ആദരം. ചിത്രത്തിന്റെ കൊച്ചിയിലെ സെറ്റിൽ വച്ചാണ് മമ്മൂട്ടിയും സഹപ്രവർത്തകരും ചേർന്ന് മോഹൻലാലിനെ ആദരിച്ചത്. ഫാൽക്കെ അവാർഡ് നേടിയ പ്രിയപ്പെട്ട ലാലുവിന് സ്നേഹപൂർവ്വം എന്ന അടിക്കുറിപ്പോടെയാണ് മമ്മൂട്ടി ചടങ്ങിന്റെ വീഡിയോയും ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം കൂട്ടുകെട്ടിനൊരുങ്ങിയിരിക്കുന്ന ഖലീഫ എന്ന ചിത്രത്തിൽ മോഹൻലാലും മമ്രക്കൽ മുഹമ്മദ് അലി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. 2 ഭാഗങ്ങളിലായി ഒരുക്കുന്ന ഖലീഫയുടെ 2ാം ഭാഗത്തിൽ മാമ്പ്രക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ നായകനായി എത്തുമെന്നതാണ് റിപ്പോർട്ടുകൾ. ചിത്രം 2026 ഓണം റിലീസിനായി ഖലീഫയുടെ ആദ്യ ഭാഗം എത്തുക. യുവതാരം സന്ദീപ് പ്രദീപ് നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. കോസ്റ്റമിക് സംസൺ എന്ന പേരിലിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വിക്കൻഡർ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ബാനറിൽ സോഫിയ പോളാണ്. അഭിജിത്ത് ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മുകേഷ്, മിയ ജോർജ്, അൽതാഫ് സലീം, അൽഫോൻസ പുത്രൻ, അനുരാജ് ഓബി എന്നിവരാണ് മറ്റു താരങ്ങൾ. ഉണ്ണിമുകുന്ദൻ നായകനായെത്തുന്ന ചിത്രം മിണ്ടിയും പറഞ്ഞും ക്രിസ്മസ് റിലീസിനായി ഡിസംബർ 25-ന് തിയേറ്ററുകളിലെത്തും. സനൽ ലീന ദമ്പതികളുടെ വിവാഹത്തിനു മുൻപും ശേഷവുമുള്ള പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും കഥ പറയുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായിക. ജൂഡ് ആന്റണി ജോസഫ്, ജാഫർ ഇടുക്കി, മാല പാർവതി, സഞ്ജു മധു, സോഹൻ സിനുലാൽ, ഗീതി സംഗീത എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. റിലീസ് ചെയ്ത 6 ദിവസം പിന്നിടുമ്പോൾ 100 കോടി ക്ലബിൽ ഇടം നേടിയ തേരെ ഇഷ്ക് മേം ധനുഷിന്റെ നായികയായി ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്ത ചിത്രമാണ് തേരെ ഇഷ്ക് മേം. ഈ വർഷത്തെ ധനുഷിന്റെ 2ാമത്തെ 100 കോടി ചിത്രമാണ് ഇത്. മികച്ച തിരക്കഥയ്ക്കാണ് ചിത്രത്തിന്റേതും. രഞ്ജനയ്ക്കും ശേഷം വീണ്ടും ആനന്ദ് എൽ റോയ് ഞെട്ടിച്ചു എന്നതാണ് പ്രേക്ഷകരുടെ പ്രതികരണം. വൈകാരികമായ പ്രണയകഥ പറയുന്ന ചിത്രത്തിൽ സംഗീതമൊരുക്കിയിരിക്കുന്നത് AR റഹ്മാനാണ്. ജയ് ഹിന്ദ് സർ. मेरा जी उब गया है इस. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,870 രൂപ, പവന് 78,960 രൂപ. വെള്ളി ഗ്രാമിന് 192 രൂപ, കിലോ 1,92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള.
മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ്, നമ്മളോടൊപ്പം കേരളത്തിൽ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ്. ഇനി തീ പിടിക്കുമെന്നോ ചിതലരിക്കുമെന്നോ ഭയക്കണ്ട. വിവിധ അളവുകൾ, ട്രെൻഡി ഡിസൈനുകൾ, മാത്രമല്ല എളുപ്പത്തിൽ ഫിറ്റും ചെയ്യാം. പെട്ര, India's premium steel doors. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. അറിഞ്ഞോ, യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847. Every drop makes you want more. Mr. Made Mazza from Skazen India. കൊച്ചി രൂപത മെത്രാനായി ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ അഭിഷിക്തനായി. ഫോർട്ട് കൊച്ചിയിലെ സാന്താക്രൂസ് സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ഗോവ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരി ഫെറാവോ മുഖ്യ കാർമ്മികനായിരുന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിൽപ്പറമ്പിലും കൊച്ചി രൂപത മുൻ മെത്രാൻ ഡോക്ടർ ജോസഫ് കരിയിലും സഹകാർമ്മികരായിരുന്നു. വിവിധ ക്രൈസ്തവ സഭ അധ്യക്ഷന്മാരും വൈദികരും 100 കണക്കിന് വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി രൂപതയുടെ 36ാമത് മെത്രാനാണ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ. May he be pleasing to you in meekness and purity of heart, offering a sweet fragrance to you through your Son, Jesus Christ, through whom glory and power and honor are yours, with the Holy Spirit in the Holy Church, both now and forever and ever. തിരുവനന്തപുരം നെടുമങ്ങാട് 30 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. റബ്ബർ പുരയിടത്തിലെ ചാക്കിൽ ഒളിപ്പിച്ചിരുന്ന വിദേശ മദ്യമാണ് പിടികൂടിയത്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിന്റെ ഭാഗമായാണ് മദ്യം പിടികൂടിയത്. മദ്യം ഒളിപ്പിച്ച ആളെക്കുറിച്ച് സൂചന ലഭിച്ചതായും ഉടൻ പിടികൂടുമെന്നും ഇത്തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കി തുടരുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇനി കായിക വാർത്തകളിലേക്ക്.
സൂപ്പർ ലീഗ് കേരള സെമി ഫൈനൽ മത്സരം മാറ്റിവെക്കാൻ നിർദ്ദേശം. ഇന്ന് രാത്രി 7:30 തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കേണ്ട തൃശൂർ മാജിക് FC മലപ്പുറം FCC മത്സരമാണ് മാറ്റിവെക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞ് മറ്റൊരു ദിവസം മത്സരം സംഘടിപ്പിക്കണമെന്നും നിർദ്ദേശം. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒപ്പം ശബരിമല ഡ്യൂട്ടി കൂടി ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് സേനയെ വിന്യസിപ്പിക്കാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചു. നിർദ്ദേശം മറികടന്ന് മത്സരം നടത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംഘാടകരായ സൂപ്പർ ലീഗ് കേരള, തൃശൂർ മാജിക് FC, മലപ്പുറം FC ടീമുകൾക്ക് പോലീസ് കത്ത് നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ മത്സരം 9 വിക്കറ്റിന് ജയിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വിശാഖപട്ടണത്ത് നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് ഇടയിലായിരുന്നു. സെഞ്ചുറി നേടിയ ഡികോക്കും 48 റൺസ് നേടിയ ക്യാപ്റ്റൻ ടെംബാവുമാണ്. മറ്റാർക്കും ദക്ഷിണാഫ്രിക്കൻ നിരയെ കാര്യമായ റൺസ് നേടാൻ കഴിഞ്ഞില്ല. പ്രസിദ്ധ് കൃഷ്ണയും കുൽദീപ് യാദവും 4 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 270 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 61 ബോളുകൾ ബാക്കി നിൽക്കെ അനായാസം മറികടന്നു. ഓപ്പണറായ യശസ്വി ജയ്സ്വാളിനെ സെഞ്ചുറിയുടെയും രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിലാണ് ഇന്ത്യയുടെ ജയം. ജയ്സ്വാളിനെ കന്നി ഏകദിന സെഞ്ചുറിയാണ് വിശാഖപട്ടണത്ത് പിറന്നത്. 121 പന്തിൽ നിന്ന് 116 റൺസാണ് യശസ്വി നേടിയത്. 3 ഏകദിനത്തിൽ നിന്നായി 302 റൺസ് നേടി വിരാട് കോഹ്ലിയാണ് പരമ്പരയുടെ താരം. തൃശൂർ പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത അകത്തുകയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി തിരുമുഖവും 4 ഭണ്ഡാരങ്ങളും തകർത്ത പണവും കവർന്നു. ക്ഷേത്ര മേൽശാന്തി പുലർച്ചെ നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്ഷേത്രഭരണ സമിതി നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമി ദേവസ്വം ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തതായി പരാതി. തിരുവല്യാമല ശ്രീ വിശ്വലാദിനാഥ ക്ഷേത്രത്തിൽ ലഭിക്കേണ്ട ഭൂമി ക്ഷേത്ര മാനേജറായിരുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം പേരിലേക്ക് മാറ്റിയെന്നതാണ് പരാതി. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകി. പാലക്കാട് ആലത്തൂർ താലൂക്കിലെ കുഞ്ഞിക്കാവു അമ്മയാണ് സ്വത്തുകൾ അന്നത്തെ ദേവസ്വം മാനേജറായ സുനിൽ കുമാറിന് എഴുതി വച്ചത്. മരണശേഷം സ്വത്ത് വിറ്റ് ക്ഷേത്രത്തിലേക്ക് പണം നൽകണം എന്നതായിരുന്നു ആവശ്യം. എന്നാൽ 2023 മുതൽ ഈ ഭൂമിക്ക് കൈവശം വച്ച ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മാസം തന്റെ പേരിൽ മാറ്റിയെന്നും ഇതിനെതിരെയാണ് തൃശൂർ സ്വദേശിയായ സനിൽകുമാർ, ബാബുരാജ് എന്നിവർ പരാതി നൽകിയിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കിട്ടുന്ന എല്ലാ ഭൂമികളും കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ പേരിലേക്കാണ് ഇഷ്ടദാനായാലും തീറായാലും മരണപത്രമായാലും ചെയ്യേണ്ടത്. അദ്ദേഹം ആ സമയത്ത് അത് തിരുത്തി അങ്ങനെ ചെയ്യിക്കാതെ അദ്ദേഹത്തിന്റെ പേരിൽ അത് വാങ്ങി വെച്ചു. 2023 ഈ കുഞ്ഞിക്കാവ് മരണപ്പെട്ടു 97ാമത്തെ വയസ്സിൽ. അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് അദ്ദേഹം അത് ബോർഡിനെ അറിയിക്കുകയോ ബോർഡിന് കൈമാറുവാനുള്ള നടപടികളൊന്നും ചെയ്തില്ല. നമ്മൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതായിട്ട് അറിഞ്ഞപ്പോൾ തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നായപ്പോൾ അദ്ദേഹം ബോർഡിന് ഒരു കത്ത് നൽകിയിരിക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. സെയിൽ ഓഫീസറെ വെച്ച് ഈ ഭൂമി വിൽക്കുവാൻ എന്നിട്ട് കിട്ടുന്ന പൈസ അമ്പലവർക്ക് നൽകുവാൻ അദ്ദേഹം ഒരു കത്ത് നൽകിയെന്ന് പറഞ്ഞു. അതും ഒരു നിയമവിരുദ്ധമായ നടപടിയാണ്. തൃശൂർ പൂങ്കുന്നത്ത് 45 വയസ്സുകാരൻ കുളത്തിൽ മരിച്ച നിലയിൽ. പാലക്കാട് നെന്മാറ സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. കുളിക്കുന്നതിനിടയിൽ മുങ്ങിപ്പോവുകയായിരുന്നു. തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്കൂബ ടീമെത്തി നടത്തിയ തിരച്ചിലിനൊടുവിൽ 12 അടി താഴ്ചയിൽ നിന്നാണ് ജ്യോതിഷിനെ കണ്ടെത്തിയത്. ചെളിയും പായലും നിറഞ്ഞതിനാൽ തിരച്ചിൽ വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു. കൊല്ലം പരവൂരിൽ MDMA-യുമായി CPIM ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 2 യുവാക്കൾ പിടിയിൽ. കോട്ടപ്പുറം സ്വദേശികളായ രഞ്ജിത്ത്, ശ്രീജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.5 ഗ്രാം രാസലഹരി കണ്ടെത്തി. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്.
കോഴിക്കോട് കാരശ്ശേരിയിൽ പണം നൽകാത്തതിനെ തുടർന്ന് കുഴൽക്കിണറിൽ ഗ്രീസ് ഇട്ടതായി പരാതി. കാരശ്ശേരി സ്വദേശി ബിയാസിന്റെ വീട്ടിലെ കിണറിലാണ് ഗ്രീസ് ഇട്ടത്. KM ബോർണവൽ എന്ന കമ്പനിയാണ് കിണർ കുഴിച്ചത്. പിറ്റേ ദിവസം വെള്ളം പരിശോധിച്ചപ്പോഴാണ് ഗ്രീസ് കണ്ടെത്തിയത്. തുടർന്ന് മുക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ കുഴൽക്കിണർ കുത്തുന്ന വാഹനങ്ങളും തൊഴിലാളികളെയും മുക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാഹനത്തിന്റെ ഇൻഷുറൻസും പൊല്യൂഷനും പുതുക്കാത്തതിനായി അന്വേഷണം കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രീസോ ചോയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അവർക്ക് ഇതൊരു ക്രിമിനൽ മെന്റാലിറ്റിയാണ് ഇവർക്ക്. സാഹചര്യം ഞാൻ വീട്ടിൽ കിണർ കുത്താൻ വേണ്ടി ഏൽപ്പിച്ചേന് ഇവരെ. കിണർ കുത്തി കഴിഞ്ഞ് വെള്ളം പരിശോധിക്കുമ്പോൾ അതിൽ മൊത്തം ഗ്രീസ് ഉള്ളപ്പോൾ അവരോട് വന്ന് അന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഒരു പണി തന്ന മാതിരിയാണ് അവരെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കാം, നീ പോയി കേസ് കൊടുക്കുക, നിങ്ങൾക്ക് പറ്റണേ ഈ ചെയ്തു പറഞ്ഞു. SIനെ വിളിച്ച് SI പൂർണ്ണമായിട്ട് പിന്തുണയാണ്. അപ്പം തന്നെ വന്ന് ബ്ലോക്ക് ഇട്ട് അവരെ ലോക്ക് ചെയ്ത് ഇപ്പോൾ മുക്കം സ്റ്റേഷനിലും കൊണ്ടുപോയിട്ടാണ് കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും. അവർ നഷ്ടപരിഹാരം തരാമെന്നൊക്കെ അവർ പറഞ്ഞു. എന്താ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു. എനിക്ക് പൈസ വേണ്ട, ഒന്നുമില്ല. അവർ ക്രിമിനൽ മെന്റാലിറ്റിയാണ് ഇവർ ഇവിടെ വന്ന് ഗുണ്ടായുസം പോലെ അവർ പറയും പോലെ നമ്മളത് ചെയ്യും, പൈസ തരുന്ന അവർ വിചാരിച്ച് എന്നെ വിളിച്ച് നെട്ടിച്ച് ഞാൻ അങ്ങനെ ആക്കും. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റണൊക്കെ ഈ ചെയ്തോന്നും പറഞ്ഞ് ഞാൻ നിയമപരമായിട്ട് വീട്ടിൽ വന്ന് അവർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നിയമപരമായിട്ട് തന്നെ നമ്മൾ മുന്നേറാണ്. SI പൂർണ്ണ പിന്തുണ ഉണ്ട്. വണ്ടി അവരൊക്കെ അവിടെ ബാക്കിൽ ഇരിക്കുന്ന ഒരു 10ഓളം വരുന്ന അണ്ണന്മാർ അത് അവിടെ സ്റ്റേഷന്റെ ബാക്കിൽ ഇത് അവിടെ ഉണ്ട്. മലപ്പുറം വണ്ടൂർ സിറ്റി പാലസ് ബാറിൽ യുവാവിന്റെ അതിക്രമം. മധ്യലഹരിയിലായിരുന്ന ഷിബിൻ എന്ന യുവാവ് റെസ്റ്റോറന്റിലെ 2 ജീവനക്കാരെ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ വയറ്റിൽ ഗുരുതരമായി പരിക്കേറ്റ ആകാശ്, അഭിജിത്ത് എന്നീ ജീവനക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമത്തിനിടെ പ്രതി കൗണ്ടറിലുണ്ടായിരുന്ന 40 ലിറ്ററോളം മദ്യവും സോഡാ ബോട്ടിലുകളും കസേരകളും മേശകൾ CCTV എന്നിവ നശിപ്പിക്കുകയും ചെയ്തു. മറ്റ് കസ്റ്റമേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിച്ച പ്രതിയെ മറ്റ് ജീവനക്കാർ ചേർന്ന് ബാറിനുള്ളിൽ പൂട്ടിയിടുകയായിരുന്നു. പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പ്രതിയെ പിടികൂടി. ഈ സമയത്ത് പ്രതി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായും വിവരമുണ്ട്. ജനസാഗരമായി അഫമത്ത് അൽ മഖ്ബരി KEA കാസർഗോഡ് ഉത്സവ 2025 അഭായ്സിയ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് എക്സ്പാട്രിയേറ്റ്സ് അസോസിയേഷൻ KEAയുടെ 21ാം വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയ അഹമ്മദ് അൽ മഗ്രിബ് കാസർഗോഡ് ഉത്സവ് 2025 സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ചീഫ് പാട്രൺ മുഹമ്മദ് അബ്സറ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെയർമാൻ ഖലീൽ അടൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി അസീസ് തളങ്കര സംഘടനാ പ്രവർത്തനം വിശദീകരിച്ചു. മുൻ ചീഫ് പാട്രൺ സത്താർ കുന്നേൽ, ട്രഷറർ ശ്രീനിവാസൻ MV, ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രശാന്ത് നെല്ലിക്കാട്ട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാസർഗോഡ് ഉത്സവ് 2025 ഭാഗമായി പുറത്തിറക്കിയ ഡിജിറ്റൽ സോവനീർ ഹർക്കിവില്ലിയ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പ്രശസ്ത ഗായകരായ യുംന നജീൻ, ശ്രേയ ജയദീപ്, നൌഫൽ റഹ്മാൻ, മിമിക്രി താരം സമദ് തളിപ്പറമ്പ് കൂടാതെ കുവൈറ്റിലെ പ്രമുഖ ഡാൻസ് അക്കാദമിയായ ആർട്ട് ബീൻസ് ഡാൻസ് അക്കാദമിയിലെ കൊറിയോഗ്രാഫർമാരായ ലാൽസൺ, അനൂപ് ഇവരുടെ കൊറിയോഗ്രാഫി ഫോക്ക് കലാകാരന്മാർ അവതരിപ്പിച്ച സംഘനൃത്തം പരിപാടിക്ക് മാറ്റുകൂട്ടി. പ്രോഗ്രാം ചെയർമാൻ VA നാസർ സ്വാഗതവും കൺവീനർ റഫീഖ് കൊളോറ നന്ദിയും പറഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷയം വേണ്ടി IV സുനേഷ് വെങ്ങര. ഇപ്പോൾ വന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. ജൂനിയർ ഹോക്കി ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ പുറത്ത് എന്നൊരു വാർത്തയാണ് നിലവിലിപ്പോൾ വന്നിരിക്കുന്നത്. ജർമ്മനിയോട് 5-1 ഇന്ത്യ തോറ്റത്. കഴിഞ്ഞ ദിവസം നടന്ന ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പെനാൽറ്റി ഷൂട്ടിൽ കീഴടക്കിയാണ് ഇന്ത്യ സെമിയിൽ കടന്നത്. പ്രാഥമിക റൗണ്ടിൽ 3 വിജയികളുമായാണ് ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. ഫ്രാൻസിനെയാണ് ജർമ്മനി ക്വാർട്ടറിൽ തോൽപ്പിച്ചത്. ജൂനിയർ ഹോക്കി ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ പുറത്ത് എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ജർമ്മനിയോടാണ് ഇന്ത്യ പൊരുതി തോറ്റത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജർമ്മനിയോട് 5-1 ഇന്ത്യ തോറ്റത്. കഴിഞ്ഞ ദിവസം നടന്ന ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പെനാൽറ്റി ഷൂട്ടിൽ കീഴടക്കിയാണ് ഇന്ത്യ സെമി ഫൈനലിൽ വരെ
എത്തിയത്. എന്നാൽ ജർമ്മനിയോട് 5-1 ജൂനിയർ ഹോക്കി ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ പുറത്തായിരിക്കുന്നു. ഇന്ത്യ തോറ്റിരിക്കുന്നു. പ്രാഥമിക റൗണ്ടിലെ 3 വൻ വിജയങ്ങളുമായാണ് ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരുന്നത്. എന്നാൽ ഫ്രാൻസിനെയാണ് ജർമ്മനി ക്വാർട്ടറിൽ തോൽപ്പിച്ചത്. ജൂനിയർ ഹോക്കി ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ പുറത്തായിരിക്കുന്നു. ജർമ്മനിയോട് 5-1 ഇന്ത്യ തോറ്റത്. ഭാരതീയ കുവൈറ്റിന്റെ പ്രഥമ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഈസ്റ്റ് കിങ് 11 ജേതാക്കളായി. സഥേൺ വാരിയറിനെ തോൽപ്പിച്ചാണ് ഈസ്റ്റ് കിങ് വിജയികളായത്. സാരഥി കുവൈറ്റ് മംഗാഫ് ഈസ്റ്റ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഥമ ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയകരമായി സമാപിച്ചു. 8 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ മുഴുവൻ മത്സരങ്ങളിലും ഉയർന്ന നിലവാരം ഉയർത്തുകയും ക്രിക്കറ്റ് പ്രേമികളുടെ സജീവ പങ്കാളിത്തം ടൂർണമെന്റിൽ വലിയ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ സദേൺ വാരിയറിനെ തോൽപ്പിച്ച് ഈസ്റ്റ് കിങ് 11 ട്രോഫി കരസ്ഥമാക്കി. ടൂർണമെന്റുകളിലെ വ്യക്തിഗത നേട്ടങ്ങളായ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ശരത് ശശീന്ദ്രനും, മാൻ ഓഫ് ദ സീരീസ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത പുരസ്കാരം ഷിനോ പാലമുട്ടിലും, അതുപോലെ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ജിജീഷ് കൃഷ്ണൻ എന്നിവർക്കുള്ള ട്രോഫികളും പുരസ്കാരങ്ങളും സമാപന സമ്മേളനത്തിൽ ഭാരവാഹികൾ വിതരണം ചെയ്തു. കുവൈറ്റിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. വികസിത നഗരമായ കൊച്ചിയിൽ ഇപ്പോഴും വികസനമെത്താത്ത പല പ്രദേശങ്ങളുമുണ്ട്. കിഴക്കൻ മഞ്ഞളക്കാട് ദ്വീപിലേക്ക് പോകാൻ ഇപ്പോഴും ജനങ്ങൾ ആശ്രയിക്കുന്നത് വള്ളമാണ്. 43ഓളം കുടുംബങ്ങളാണ് ഈ ദുരിത ജീവിതം നയിക്കുന്നത്. പ്രധാന പ്രശ്നം പാലമാണ്. വീട് പോലും തകർന്ന് ചെറിയക്കുടി അല്ലാണ്ട് നടന്നു വരാനുള്ള അവസ്ഥയില്ല. കാറ്റിന്ന് വന്ന വെള്ളമൊക്കെ ഞങ്ങളുടെ വെലിക്കാത്തോടെ കയറി വന്നത്. ഒരു കുട്ടിയായാലും അപ്പുറത്തേക്കാണെങ്കിൽ ഇവിടെ നിന്ന് അമ്മമാർ നോക്കി നിൽക്കുന്ന രംഗങ്ങൾ, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എൻ്റെ കണ്ണുമുമ്പിൽ കണ്ടിട്ടുണ്ട്. കൊച്ചി ശരിക്കും വികസിത നഗരമാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്താം. അവരുടെ അനുഭവങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം കൊച്ചി വികസിത നഗരമാണോ എന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ മഞ്ഞളക്കാട് ദ്വീപിലാണ്. ചേട്ടാ, ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താണ്? പ്രധാന പ്രശ്നം പാലമാണ്. അക്കരെ നിക്കരക്കുള്ള പാലത്തിൻ്റെ ചിരകാല സ്വപ്നമാണ് മഞ്ഞളക്കാട് നിവാസികളുടെ. കാലാകാലങ്ങളായിട്ട് അതിന് നിവേദനങ്ങളും അപേക്ഷകളെല്ലാം കൊടുത്തെങ്കിലും ശർമ്മ MLA ഇരിക്കുമ്പോഴത്തേക്കും അതിന് മണ്ണ് പരിശോധനയൊക്കെ നടന്നതാണ്. അതിൻ്റെ പരിശോധന കഴിഞ്ഞ് ഫണ്ട് 1,08 ലക്ഷം രൂപയോളം പാസ്സായതാണ്. പക്ഷേ പരിശോധന എല്ലാം കഴിഞ്ഞ് ഒരുപാട് വൈകിയപ്പോഴത്തേക്കും ഫണ്ട് പോരാത്തൊരവസ്ഥ വന്നു. മെറ്റീരിയലിനൊക്കെ വില കൂടി. പിന്നെ അത് ആ ഫണ്ട് ലാപ്സായിപ്പോയി. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണനാണ് MLA, KN ഉണ്ണികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നവകേരള യാത്ര വന്നപ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഇതെല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് നിർദ്ദേശങ്ങൾ തന്നെങ്കിലും ഇതിലൂടെ ഇപ്പോൾ ഈ അടുത്തൊരു മണ്ണ് പരിശോധന കൂടി നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് നടക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഉറപ്പ് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ യാത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് ദുരിതമാണ്. ഈ വഴി ഉണ്ടായിരുന്നില്ല, വെളിച്ചം ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഓരോ കാലഘട്ടത്തിലായിട്ട് വന്ന് ഇങ്ങനെ ആയതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വർഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റില്ല. പലപ്പോഴും ക്ലാസ് മുടങ്ങും. ഏകദേശം 43 കുടുംബങ്ങളാണ് ഈ ഒരു ദ്വീപിൽ താമസിക്കുന്നത്. ഈ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരെ വരെ മറ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു വള്ളത്തിലാണെന്നല്ല പറയുന്നത്? അതെ, വഞ്ചിയിലാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ വന്നു വെച്ചാൽ എങ്ങനെയാണ് ഈ രോഗികളെയൊക്കെ കൊണ്ടുപോകുന്നത്? അസുഖങ്ങളൊന്ന് വഞ്ചി കയറി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അക്കരയ്ക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും വഞ്ചികളിലൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വഞ്ചിക്ക് പോകാൻ പറ്റും. പ്രധാനമായും ചോദിച്ച് അറിയേണ്ടത് ചേച്ചിമാരോട് തന്നെയാണ്. ഈ ഏട്ടന്മാർ പണിക്ക് പോകുന്ന സമയത്ത് വീട്ടിലുണ്ടാകുന്നത് നിങ്ങളെപ്പോലുള്ള ചേച്ചിമാരാണ്. എങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്? അക്കരയ്ക്ക് പോകണമെങ്കിൽ വെള്ളം വേണം. ഞങ്ങൾ കുറേ നേരം കാത്തുനിന്നിട്ട് വഞ്ചി വന്നിട്ടാണ് ഞങ്ങൾ അക്കരോട്ട് കിടക്കല്. പാലകാലം പറ്റില്ല. ഈ ആഴ്ചയിൽ പിള്ളേർ ക്ലാസ്സിലൊക്കെ പോയിട്ടില്ല. പാവൽ വന്ന് പുഴ നിറഞ്ഞു കിടക്കാനല്ല, അപ്പോൾ വഞ്ചി പോകൂല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ ഒന്നുള്ള പിള്ളേരൊന്നും ക്ലാസ്സിൽ പോയിട്ടില്ല 1-2 ആഴ്ച. പോകാനായിട്ട് മഴ വന്നാൽ പോകാൻ പറ്റൂല. വഞ്ചി കയറാൻ തന്നെ അക്കരോട്ട് പോകാൻ തന്നെ പേടിയാണ് ഞങ്ങൾക്ക്. ഈ കടവൊന്നും മര്യാദക്കൊന്നും ഇല്ലല്ലോ അക്കരോട്ട് കിടക്കാനായിട്ട്. വഞ്ചിയും അതേറെ മരുന്നിനും കൂടി പോകാൻ പറ്റണില്ലേ മനുഷ്യന് അക്കരോട്ട്. പലതവണ പരാതി പറഞ്ഞിരുന്നോ? പരാതി പറഞ്ഞിട്ട് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണോ? നടപടിയൊന്നും സ്വീകരിക്കണില്ലല്ലോ. പരാതി എപ്പോഴും പറയണുണ്ടല്ലോ.
മറ്റ് എന്തെല്ലാം ദുരിതങ്ങളാണ് ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഒരു ഭക്ഷണം, ഒരു ഉപ്പ് വേലും മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ദ്വീപ് കടന്ന് അക്കരയ്ക്ക് പോകണം. അക്കരയ്ക്ക് പോകണമെങ്കിൽ വഞ്ചി വേണം. വഞ്ചി എല്ലാ സമയത്തും കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. കാറ്റും മഴയും അല്ലെങ്കിൽ പാവല കൊണ്ട് തിങ്ങി ഒരു കുട്ടിയായാലും അപ്പുറത്തേക്കാണെങ്കിൽ ഇവിടെ നിന്ന് അമ്മമാർ നോക്കി നിൽക്കുന്ന രംഗങ്ങൾ, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എൻ്റെ കണ്ണുമുമ്പിൽ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ അപ്പുറത്ത് ഒരു വെയിറ്റ് ഷെഡ് പോലും ഇല്ല. ശരിക്കും പറഞ്ഞില്ല, ഒരു ഓല വെച്ച് പിള്ളേർ എല്ലാവരും കൂടി റെഡിയാക്കിയാണ് ആ ഷെഡ്. അതുപോലെ അതിലും കാറ്റും കോളും വന്ന് മഴ നനയല്ലാതെ പിള്ളേർക്ക് ഇപ്പുറത്തേക്ക് പോരാനുള്ളൊരു സാഹചര്യം ഇന്നുവരെയും കിട്ടിയിട്ടില്ല. അത് എത്രയും പെട്ടെന്ന് ഈ മക്കൾക്ക്, ഞങ്ങളുടെയൊക്കെ കാലം ഏകദേശം അവസാനിക്കാറായി. ഞങ്ങൾ ഇനിയുള്ള വളർന്നു തന്നെ പിള്ളേർക്കെങ്കിലും അതൊന്ന് റെഡിയാക്കി കൊടുത്താൽ, പാലം ഒന്ന് റെഡിയാക്കി കൊടുത്താൽ വളരെ വളരെ ആര് വന്നാലും നല്ല സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾക്ക്. ഏകദേശം 43 കുടുംബങ്ങളുണ്ട്. അതിൽ നിന്നും പലരും ഇപ്പോൾ ഈ ദ്വീപിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അവിടെ 3-4 വീടുകാർ ഇപ്പോൾ താമസം ഇല്ലാതായി. എന്നുവെച്ചാൽ വീട് പോലും തകർന്ന് നടന്നു വരാനുള്ള ചെറിയക്കൂടി അല്ലാണ്ട് നടന്നു വരാനുള്ള അവസ്ഥയില്ല. ഇപ്പം ഈ ഒരു വർഷമായിട്ടുള്ള ഏകദേശം ഈ ഇവിടെ ഇപ്പം നടന്ന് നമ്മൾ നിൽക്കുന്ന ഈ വഴി അതിക്ക് മുമ്പോരും ചെളിയിൽ കൂടിയും മറ്റുള്ള പറമ്പിൻ്റെ സൈഡിൽ കൂടിയും ചെളിയിൽ വീണൊക്കെയാണ് ഈ ശരിക്കും ഓരോരുത്തരുടെ കുടുംബത്തെ കൊണ്ട് കുഞ്ഞു പിള്ളേരടക്കം സ്കൂളിൽ വരുന്ന വഴിക്ക് തന്നെ, സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ചെളിയിൽ വീണ്ട് തിരിച്ച് സ്കൂളിലേക്ക് പോകാണ്ട് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ ഇലക്ഷൻ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ആളെ കാണുന്നില്ല, ഇങ്ങനെ പിന്നെ അടുത്ത ഇലക്ഷനാണ് കാണുന്നത്. മഴക്കാലത്ത് ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം മുങ്ങിക്കിടക്കായിരിക്കും. ഇവിടെ അല്ലാണ്ട് തന്നെ വെള്ളം പൊക്കം വരും. കിഴക്കുന്നുള്ള വെള്ളം വന്നാലും ഈ ദ്വീപ് മുങ്ങും. അങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കളത്തിൽ നിന്ന് വന്ന വെള്ളമൊക്കെ ഞങ്ങളുടെ വലിക്കത്തോട്ടാണ് കയറി വന്നത്. അവിടെ താഴ്ചയുണ്ട് കളത്തിൽ. അപ്പൊ ആ വെള്ളം മുഴുവൻ ഞങ്ങളുടെ മുറ്റത്താണ് വന്നത് വെള്ളമൊക്കെ. അപ്പൊ ഈ അധികാരികളൊന്നും അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാറില്ലേ? നിങ്ങളെ കുറിച്ച് അന്വേഷിക്കാറൊന്നുമില്ലേ? അങ്ങനെയൊന്നും വന്ന് അന്വേഷിക്കാറൊന്നുമില്ല. അവര് ഈ ഇലക്ഷൻ്റെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ വരവൊന്നുമില്ല. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോ ഓരോരുത്തർ വരുന്നുണ്ടോ? അങ്ങനെ വരും, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വരും. വല്ല കാലത്തും വന്ന് പറഞ്ഞുകൊണ്ട് പാലം അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ, പിന്നെ ഒന്നും പറയാറില്ല. ഏകദേശം 300-ലധികം പേർ താമസിക്കുന്ന ദ്വീപ്. ആ ദ്വീപിലേക്ക് വരണമെങ്കിൽ കൃത്യമായൊരു പാലമില്ല. ആ പാലമില്ലാതെ വെള്ളത്തിലാണ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ സ്കൂളിലോട്ട് പോകണമെങ്കിലും ഈ വെള്ളത്തിൽ തന്നെയാണ്. പഠിക്കുന്ന കുട്ടിയാണോ? എത്രയാണ് പഠിക്കുന്നത്? എങ്ങനെയാണ് സ്കൂളിലോട്ട് പോകുന്നത്? വഞ്ചിയിൽ മാത്രമാണ് പോകുന്നത്. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ നിങ്ങൾ എങ്ങനെ സ്കൂളിൽ പോകുന്നത്? വഞ്ചിയിൽ തന്നെ. പേടിയാവാറില്ലേ? ഈ പഠിക്കാൻ പോകുന്ന പിള്ളേരടക്കം പോകുന്നത് വഞ്ചിയിൽ തന്നെയാണ്. അത്രത്തോളം കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോരുത്തർ വരുന്നു, വാഗ്ദാനങ്ങൾ നൽകുന്നു, പലതും പാലിക്കപ്പെടുന്നു, പക്ഷെ പലതും പാലിക്കപ്പെടുന്നില്ല. പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് പാലത്തിന്റെ പ്രശ്നം. ചേച്ചി വന്നപ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ച ഒരു കണക്കൊക്കെ ഉണ്ടായിരുന്നു. മകൻ ചെറുതാകുമ്പോൾ മണ്ണ് പരിശോധനയ്ക്ക് വന്നതാണ്, മകൻ ഇപ്പോൾ വലുതായി, പക്ഷേ ഇപ്പോഴും അതിന്റെ പരിശോധന തീർന്നിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് പറയാനുള്ളത് ചേച്ചി? ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ പാലത്തിൻ്റെ പ്രശ്നമാണ്. കുഞ്ഞു പിള്ളേർ പോലും ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ സ്കൂളിൽ പോലും അതിനെ പോകാൻ പറ്റാത്ത അവസ്ഥ. ഞങ്ങൾക്ക് പോലും ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഇപ്പോൾ പാവൽ തിരിതെങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര പാവലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് എല്ലാവരും പറയണത്. ഇവിടെ 42 വീടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ നല്ല വീടുകൾ അങ്ങോട്ട് തെക്കോട്ട് പോയാൽ മനസ്സിലാവും. നല്ല വീടുകളൊക്കെ വെച്ചാണ്. ഒന്നാ വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വണ്ടി പോലും ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റണം. അവനവൻ്റെ വീട്ടിൽ വെക്കണം എന്നൊരു മോഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും പോണെയാണ് ഇങ്ങനെ. വാടകയ്ക്കായാലും സ്വന്തം വീട് ഇവിടെ പണിതിട്ട് വാടകയ്ക്ക് അന്വേഷിച്ച് പോണെയാണ്. KN ഉണ്ണികൃഷ്ണൻ MLA മണ്ഡലത്തിലാണ് മഞ്ഞലക്കാട് ദ്വീപുള്ളത്. ഏകദേശം 43 കുടുംബങ്ങളാണ് ഈ ദ്വീപിലുള്ളത്. അങ്ങോട്ട് അക്കരെ കടക്കണമെങ്കിൽ പാലമില്ല. പാലത്തിന് പകരം ഇവർ സഞ്ചരിക്കുന്നത് വള്ളത്തിലാണ്. ഏത് നിമിഷവും അല്ലെങ്കിൽ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തിരഞ്ഞെടുപ്പുകളിൽ മാത്രം അധികാരികൾ വരുന്നു, പല വാഗ്ദാനങ്ങൾ നൽകുന്നു, അതിനുശേഷം തിരിഞ്ഞു നോക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങളടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഇനിയെങ്കിലും അധികാരികൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നേരെ ഒന്ന് കണ്ണ് തുറക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.